ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു താള തോരനാണ്. ചേമ്പൻ താള എല്ലാവർക്കും അറിയാവുന്നതാണ്. വെട്ടുചേമ്പിൻ്റെ താളാണിത്. അതൊന്ന് അരിഞ്ഞ് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കരിന്തൊലി എല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനകത്തിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു സവാള, ഒരു 7 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ചുവന്നുള്ളി. സവാള ഞാൻ ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട്, വലിയതൊക്കെ ഒന്ന് കീറിയിട്ടു. മറ്റേ ചെറുതൊക്കെ അങ്ങനെ ഇട്ടാൽ മതി. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് കീറി ഇടണം. തീരെ അങ്ങ് കുരുകുരാന്ന് അരിയണ്ട, കീറി ഇട്ടാൽ മതി. ഒരു 2-3 പീസായിട്ടൊന്ന് കീറിയിടുക. പച്ചമുളകൊന്ന് ചരിച്ച് ചെറിയ പീസാക്കി ഇടുകയാണ്. ഇഞ്ചി ഒന്ന് ചെറിയ പീസാക്കി അരിഞ്ഞിടുക. ഒന്ന് കീറിയതിന് ശേഷം ചെറിയ കുരുകുരാന്ന് ആക്കിയിടണം. ഇഞ്ചി കടിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് തീരെ ചെറുതാക്കിയാൽ അങ്ങ് മൂത്ത് പൊയ്ക്കോളും. അല്ലെങ്കിൽ പിന്നെ പേസ്റ്റ് ആക്കി ഇടണം. ഇഞ്ചി കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തീരെ ചെറുതാക്കുന്നത്. 2 കഷ്ണം പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുടംപുളിയാണ്. ഗ്യാസ് കത്തിച്ച് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലവണ്ണം പൊട്ടട്ടെ. പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു അടപ്പ് വെച്ചു, കാരണം അവിടേക്ക് തെറിച്ചിട്ട് 4 വരവ് ആയി കിട്ടും. അതുകൊണ്ടൊന്ന് അടച്ചതാണ്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നുപരിപ്പൊന്ന് നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അല്പം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഇടാൻ കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഇനി മൂത്ത് കിട്ടണം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമയമൊക്കെ ഒന്ന് തോർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനിയും പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പച്ചമുളക് 2 ഇട്ട് കൊടുത്തതിന് എരിവില്ലാത്തതാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ, വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം. അതിൻ്റെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇപ്പോഴിത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് കഞ്ഞി വെള്ളത്തിൽ നിന്നെടുത്തിട്ട് 2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, അതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ ഇനി അതിനകത്തിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. കുടംപുളിയാണത്. അത് തീരെ ചെറുതായിട്ട് പിച്ചി അതിനകത്തിടണം. 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കുതിർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുടംപുളി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയെല്ലാം അതിൻ്റെ എല്ലാ പോർഷനിലും എത്തണം. അത് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അത് ഇച്ചിരി ഏറെ നല്ലവണ്ണം ഇട്ട് കൊടുക്കണം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ആയോ നോക്കിയതിന് ശേഷം ബാക്കി വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഇളക്കിയപ്പം കുറവായതുപോലെ തോന്നി. നല്ലപോലെ തേങ്ങ വേണം, എന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇളക്കി നോക്കി അപ്പോൾ അല്പം കുറവുള്ളതുപോലെ തോന്നി. കുറച്ചും കൂടെ ഞാൻ തേങ്ങ ഇട്ടു. എന്നിട്ട് ഇനിയും നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ,
അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇടയ്ക്ക്. അപ്പോൾ ഇനിയും കണ്ടോ, കുറച്ചുകൂടെ വെള്ളം ആയിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റും കൂടെ ഇരുന്നാൽ മതി. അതിൻ്റെ വെള്ളമെല്ലാം വെട്ടി തോർന്ന് നമുക്ക് കിട്ടും. ഇപ്പോഴത് വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. ഇച്ചിരി കൂടെ വെള്ളമയം ഉണ്ടതിൽ. എന്നാലും അത് താള് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇപ്പം ഇതിൻ്റെ ഉപ്പുണ്ടോയെന്ന് നോക്കാം നമുക്ക്. ഉപ്പ് നോക്കിയപ്പം അല്പം കുറവായിട്ട് തോന്നി. ഞാൻ അല്പം ഉപ്പൂടെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് അതിനകത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക. ഒന്ന് നടുക്കോട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഇനി നമുക്കൊന്ന് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് തുറന്ന് വെച്ചും കൂടെ ഇളക്കിയാൽ മതി. എൻ്റെ അടിപൊളി ടേസ്റ്റി നാടൻ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.